CPIM സംസ്ഥാന കമ്മിറ്റി 2019 ആരംഭിച്ച സംയോജിത കൃഷി വീടുകളിലേക്ക് കൂടി വ്യാപിപ്പിച്ച് നടപ്പിലാക്കുന്നതിന്റെ സംസ്ഥാന ഉദ്ഘാടനം കടവലൂർ കല്ലുംപുറത്ത് വെച്ച് നടന്നു. കല്ലുംപുറം വിദ്യാ റെസിഡൻസിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം സംയോജിത കൃഷിയുടെ സംസ്ഥാന നേതാവും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിരുന്ന ഡോക്ടർ തോമസ് ഐസക് നിർവഹിച്ചു. ചടങ്ങിൽ MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റും സംയോജിത കൃഷി ജില്ലാ കോർഡിനേറ്ററുമായ M ബാലാജി പദ്ധതി വിശദീകരണം നടത്തി. CPIM ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പ്രഭുകുമാർ, കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, കടലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, CITU ഏരിയ പ്രസിഡന്റ് MN മുരളീധരൻ, സംയോജിത കൃഷി ഏരിയ കൺവീനർ KB ജയൻ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK മോഹനൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ KE സുധീർ, അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മികച്ച കർഷകരായ മാനങ്കണ്ടത്ത് മുഹമ്മദ് ഹാജി, ഫാൽക്കൻ മൊയ്തുണ്ണി, സുരേഷ് കടലൂർ എന്നിവരെ ആദരിച്ചു. കടലൂർ പഞ്ചായത്തിലെ 20 വീടുകളടങ്ങുന്ന 25 ക്ലസ്റ്ററുകളാക്കി 500 കുടുംബങ്ങൾ സംയോജിത കൃഷിക്ക് ആവശ്യമായ പച്ചക്കറി തൈകൾ വിതരണം നടത്തി. 8 തരം പച്ചക്കറി തൈകൾ കടലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ വിതരണം ചെയ്യുന്നത്. കൃഷിയുടെ എല്ലാ ഘട്ടങ്ങളിലും കർഷകരെ സഹായിക്കാൻ കൃഷി ഓഫീസർമാരും പരിജ്ഞാനമുള്ള കർഷകരും അടങ്ങുന്ന സംഘം ആഴ്ചകൾ തോറും ഓരോ ക്ലസ്റ്ററുകളിൽ സന്ദർശിക്കുകയും ആവശ്യമായ സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്യും. സമ്പൂർണ്ണ ജൈവ കൃഷി രീതി അവലംബിച്ച് രോഗാതുരമാവുന്ന കേരളത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള മാതൃകയ്ക്ക് ശക്തമായ തുടക്കമായിരിക്കും ഈ സംരംഭം. അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതിനെ മറികടന്ന് പച്ചക്കറികളും ഭക്ഷണ സാധനങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് വരെ താങ്ങാവുന്ന നിലയിലാണ് CPIM ഇത്തരം സംരംഭത്തിന് നേതൃത്വം കൊടുക്കുന്നത്. കർഷകരുടെ വിളകൾക്ക് ആവശ്യക്കാരെ കണ്ടെത്തുന്നതിന് വിഷുവിനോടനുബന്ധിച്ച് 3-4 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പച്ചക്കറികൾ വിപണന കേന്ദ്രം തയ്യാറാക്കുകയും ചെയ്യും.